കൊല്ലം ചിറക്കരയിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഫണ്ട് തടഞ്ഞുവെച്ചതായി പരാതി. 2025-2026 കാലഘട്ടത്തിലെ സ്കോളർഷിപ്പ് തുകയാണ് കുട്ടികൾക്ക് ലഭിക്കാത്തത്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നൽകേണ്ട തുകയാണിത്. 28,500 രൂപയാണ് ഓരോ വർഷവും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വഴി നൽകി വരുന്നത്. എന്നാൽ കഴിഞ്ഞ മാർച്ചിന് മുമ്പ് നൽകേണ്ട 2025-26 വർഷത്തെ സ്കോളർഷിപ്പ് തുക ഇതുവരെയും ചിറക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കിൽ ഓവർ പ്രൊജക്ട് പ്രകാരം ഉടനെ നൽകുമെന്നതാണ് ലഭിച്ച മറുപടി. ജൂൺ 30-ന് മുൻപ് ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക നൽകാമെന്ന് പറഞ്ഞെങ്കിലും ജൂലൈ പകുതിയായിട്ടും തുക ലഭിച്ചിട്ടില്ല. കുട്ടികളുടെ ഇത് ആനുകൂല്യം മാത്രമല്ല, ഇത് ഇവരുടെ അവകാശമാണ്. ശരിക്കും ഇത് ഇവരുടെ അവകാശ ലംഘനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ സാമ്പത്തിക വർഷം, അതായത് 2026-27 സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പൈസ പോലും കിട്ടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി വളരെയധികം ആശങ്കയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. നമുക്ക് ആരുടെ ഒന്നും പറയാനും വയ്യ. ഈ കുട്ടികൾക്ക് വേണ്ടി നമുക്കേ സംസാരിക്കാൻ പറ്റൂ. ഈ കുട്ടികൾ അതിനുവേണ്ട പ്രാപ്തരല്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വരണമെന്നുണ്ട്, അവർക്കൊന്നും അവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ത്രിതല പഞ്ചായത്തുകൾ ഒരുമിച്ചാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാൻ വൈകുന്നു എന്നതാണ് അധികൃതരുടെ വിശദീകരണം. ഇനിയും ഏറെ വൈകിയാൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊല്ലം.